ചീഫ് വിപ്പ് എൻ ജയരാജന്റെ പേഴ്സണൽ സ്റ്റാഫിൽ 2.5 വർഷം പൂർത്തിയാക്കി പെൻഷന് അർഹത നൽകിയവരെ മാറ്റി പുതിയ ആളുകളെ നിയമിക്കുന്നു. അതേസമയം പുതിയ പട്ടികയിൽ ഉൾപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ച് കേരള കോൺഗ്രസ് സൈബർ വിഭാഗം രഹസ്യയോഗം ചേർന്നതായി വാർത്തകൾ. കാഞ്ഞിരപ്പള്ളി MLA ആണ് ജയരാജൻ. അദ്ദേഹം ചീഫ് വിപ്പായപ്പോൾ ആദ്യം 8 പേരെയാണ് നിയമിച്ചത്. പിന്നീട് 17 പേരെ കൂടി നിയമിച്ചിരുന്നു. ഒരു പ്രൈവറ്റ് സെക്രട്ടറി, 2 അഡീഷണൽ സെക്രട്ടറി, അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിമാർ, 4 ഓഫീസ് അറ്റൻഡന്റുമാർ, 5 ക്ലർക്കുമാർ, 1 വീതം കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്, അഡീഷണൽ പേഴ്സണൽ അസിസ്റ്റന്റ് ഇങ്ങനെയാണ് നിയമിച്ചത്. മാസം 1.5 ലക്ഷം രൂപയാണ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിക്ക് ശമ്പളം. ഓഫീസ് അറ്റൻഡറിന് 50,000 രൂപ. ഇവർ 2.5 വർഷം പൂർത്തിയാക്കുമ്പോൾ 4,750 രൂപ പ്രതിമാസ പെൻഷൻ ലഭിക്കും. കേരള കോൺഗ്രസിന്റെ സൈബർ പോരാളികളുടെ കൂട്ടായ്മയാണ് യോഗം ചേർന്നത്. ഇതിലേക്ക് നേതാക്കളെ ക്ഷണിച്ചിരുന്നില്ല. എന്തായാലും 2.5 വർഷം കഴിയുമ്പോൾ അവർക്ക് പെൻഷന് യോഗ്യതയാവും. പെൻഷന് യോഗ്യതയാവുമ്പോൾ അവരെ അവിടെ നിന്ന് മാറ്റി അല്ലെങ്കിൽ പിരിച്ചുവിട്ട് ആ സർവീസ് അവസാനിപ്പിച്ച് പുതിയ ആളെ നിയമിക്കുക. കൂടുതൽ ഇഷ്ടക്കാർക്ക് പെൻഷൻ കിട്ടുക എന്നുള്ള പെൻഷനിലേക്ക് അവരെ എത്തിക്കുക, ആജീവനാന്ത പെൻഷൻ കിട്ടുന്ന ആ ഒരു സംവിധാനത്തിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് ഈ പേഴ്സണൽ സ്റ്റാഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ കാര്യത്തിൽ ശമ്പളം സർക്കാർ ജീവനക്കാരുടെ ഹെഡിൽ നിന്നാണ്. സർക്കാർ ജീവനക്കാർക്ക് 30 വർഷം സർവീസ് ഉണ്ടെങ്കിൽ മുഴുവൻ പെൻഷനും, അതിൽ കുറവാണെങ്കിൽ സർവീസ് കാലയളവ് അനുസരിച്ചുള്ള പെൻഷനുമാണ്. ശമ്പള സ്കെയിൽ പ്രകാരം നിയമിക്കപ്പെടുന്നവർക്ക് സർക്കാർ വ്യവസ്ഥ പ്രകാരമുള്ള യോഗ്യതകളും നിർബന്ധമാണ്. 5 വർഷത്തേക്ക് നിയമനമുള്ളൂ. പക്ഷെ 2 വർഷം പൂർത്തിയാക്കിയാൽ ആജീവനാന്ത പെൻഷൻ കൊടുക്കും. ഇത് ചട്ടവിരുദ്ധമാണ് എന്നത് മാത്രമല്ല, പലതരത്തിൽ അയോഗ്യരായവർക്ക് രാഷ്ട്രീയ പ്രവർത്തകരായതിന്റെ പേരിൽ നിയമനം ലഭിക്കുന്നു എന്നതാണ് ഇതിന്റെ ഒരു സാങ്കേതിക വശം കാണിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ 26 പേഴ്സണൽ സ്റ്റാഫുകളുണ്ട്. പ്രതിപക്ഷ നേതാവിന് 14. ഇവരെ നിയമിക്കുന്നത് സർക്കാർ ഏജൻസിയോ റിക്രൂട്ട്മെന്റ് സംവിധാനമോ അല്ല. യോഗ്യതകൾ നോക്കാതെ എല്ലാം രാഷ്ട്രീയ നിയമനമാണ്. പ്രൈവറ്റ് സെക്രട്ടറിയും അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും ഒക്കെ ആയാൽ ലക്ഷങ്ങളാണ് ശമ്പളം. അതിനു പുറമെ വിമാനയാത്ര വരെ സൗജന്യം. എന്തിനേറെ വെറും 2 വർഷം മാത്രം സർവീസിലിരുന്നാൽ പോലും 3 വർഷത്തെ സർവീസ് കണക്കാക്കി പെൻഷനും ആനുകൂല്യങ്ങളും വരെ. ഇത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ എന്നതാണ് മറ്റൊരു കാര്യം. നിലവിൽ മന്ത്രിമാരും മറ്റു ക്യാബിനറ്റ് പദവിയുള്ളവരും ചേർന്ന് ആകെ നിയമിച്ചിട്ടുള്ള പേഴ്സണൽ സ്റ്റാഫുകളുടെ ആകെ എണ്ണം 352 വരെ. ഇവർക്കെല്ലാം കൂടി ശമ്പളത്തിന് മാത്രം സംസ്ഥാന ഖജനാവിന് മാസം 1.42 കോടി രൂപയാണ് ബാധ്യത. പേഴ്സണൽ സ്റ്റാഫുകളിലെ ബമ്പർ പ്രൈസാണ് പ്രൈവറ്റ് സെക്രട്ടറി, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി, സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി. ഈ പോസ്റ്റുകൾ കുത്തിയിരുന്ന് പഠിച്ച് IAS നേടി വർഷങ്ങളുടെ സർവീസിലൂടെ ഡെപ്യൂട്ടി സെക്രട്ടറി പദവിയിലെത്തുന്ന ഉദ്യോഗസ്ഥരുടെ ശമ്പള സ്കെയിലിന് തുല്യമാണ് പ്രൈവറ്റ് സെക്രട്ടറിമാരുടെ ശമ്പള സ്കെയിൽ എന്ന് കേട്ടാൽ ഞെട്ടരുത്. ഇത് ഏകദേശം 1,07,800 മുതൽ 1,60,000 വരെ വരും. ഏറ്റവും കുറവ് വേതനം ലഭിക്കുന്ന പാചകക്കാരനാണ്. പരമാവധി 50,200 രൂപ വരെ. 70,000 രൂപയ്ക്ക് മുകളിൽ ശമ്പളം ലഭിക്കുന്നവർക്ക് ഫസ്റ്റ് ക്ലാസ് ട്രെയിൻ ടിക്കറ്റ് നിരക്കാണ് TA ആയി യാത്രയ്ക്ക് ലഭിക്കുക. 77,000 മുകളിലാണെങ്കിൽ വിമാന ടിക്കറ്റ് നിരക്ക് ക്ലെയിം ചെയ്യാം. 1994 മുമ്പ് വരെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് പെൻഷൻ ആനുകൂല്യങ്ങൾ ഉണ്ടായിരുന്നില്ല. K. കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് 94 സെപ്റ്റംബർ 23 ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറങ്ങിയത്. ഇത് പ്രകാരം പരമാവധി പെൻഷൻ ലഭിക്കാൻ 30 വർഷവും കുറഞ്ഞ പെൻഷൻ ലഭിക്കാൻ 3 വർഷമെങ്കിലും പേഴ്സണൽ സ്റ്റാഫായി പ്രവർത്തിക്കണം. എന്നാൽ 29 വർഷത്തിലധികം സർവീസ് ഉണ്ടെങ്കിലും 30 വർഷം തികഞ്ഞില്ലെങ്കിലും പരമാവധി പെൻഷൻ നൽകാൻ വ്യവസ്ഥയുണ്ട്. ഇതേപോലെ 3 വർഷം തികഞ്ഞില്ലെങ്കിലും അങ്ങനെ കണക്കാക്കി കുറഞ്ഞ പെൻഷനും അനുവദിക്കാം. ഈ സാധ്യത മുതലാക്കി ഒരു മന്ത്രിക്ക് 2 തവണ പേഴ്സണൽ സ്റ്റാഫുകളെ മാറ്റിയ ചരിത്രങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ കുറഞ്ഞ പെൻഷനായ 2,400 രൂപയും DR ലഭിക്കും. ഭാവിയിൽ പെൻഷൻ പുതുക്കുമ്പോൾ അതിന്റെ ആനുകൂല്യവും ലഭിക്കും. ഇങ്ങനെ ഇഷ്ടക്കാരെയെല്ലാം, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന കൂടെ സഹജീവികളായി നടക്കുന്നവരെയെല്ലാം പെൻഷൻ കിട്ടുന്നത് വരെ ആ ഒരു എന്താ പറയുക, അതിനുള്ള യോഗ്യത വരെ അവരെ കൂട്ടത്തിൽ നിർത്തി അത് മാറ്റി അടുത്ത സെറ്റിനെ നിയമിച്ച് ഈ 5 വർഷം ഇവിടെ ഭരിക്കുന്ന സമയം കൊണ്ട് മാക്സിമം തങ്ങളുടെ ആൾക്കാരെയും കൂടി നല്ല പച്ച പിടിപ്പിക്കുക എന്നുള്ള ആ ലക്ഷ്യം തന്നെയാണ് കോൺഗ്രസ്സുകാരായാലും കമ്മ്യൂണിസ്റ്റുകാരായാലും അവരുടെ ഇടയിൽ നടന്നു വരുന്നത്. എന്തായാലും ഏറ്റവും മോശമായ ഒരു അവസ്ഥ തന്നെയാണ് ഇത്. ഒരുപാട് പഠിച്ചവര്, വിദ്യാഭ്യാസം നേടിയവര് ജോലിക്കായി പുറത്തു നിൽക്കുമ്പോൾ ഒരു യോഗ്യതയും ഇല്ലാതെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിനു ശേഷം അവിടെ 2 തല്ല് കൊണ്ടു അല്ലെങ്കിൽ 2 മുദ്രാവാക്യം വിളിച്ചു എന്നതിൻ്റെയൊക്കെ പേരിൽ ഇങ്ങനെ ആജീവനാന്ത പെൻഷൻ കൊടുക്കുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളം മാത്രമാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.